അസ്ഥികൂടം മാത്രമായ രീതിയിലാണ് പലയിടത്തു നിന്നും അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഇതുപോലൊരു ബോഡി കാണുന്നത് ആദ്യമായിട്ടാണ്. നമസ്കാരം. കൊല്ലം ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരാളെ തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ കാണപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്നും രൂക്ഷഗന്ധം ഉയർന്നതിനെ തുടർന്ന് സമീപത്ത് ശുചീകരണ തൊഴിലാളികളാണ് ഇത്തരത്തിൽ കാണാനിടയായത്. സമീപത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം നാട് മുഴുവൻ അറിയുന്നത്. ഏതായാലും കൊല്ലം നോർത്ത് മൈനാഗപ്പള്ളിയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അഞ്ചുവിള കിഴക്കേ വീട്ടിൽ രാധാകൃഷ്ണ പിള്ള എന്ന 55-കാരനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷെഡിൽ അദ്ദേഹം ദിവസങ്ങളോളം കിടന്നിരുന്നു. അതോടൊപ്പം ഈ മൃതദേഹം നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ പല ഭാഗത്തായിട്ടാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അസ്ഥികൂടം മാത്രമായ രീതിയിലാണ് പലയിടത്തു നിന്നും അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കാൻ സാധിച്ചത്. ഫോറൻസിക്കും പോലീസും നടത്തിയ അന്വേഷണത്തിൽ ദിവസങ്ങളോളം പഴക്കമുള്ളതായി തന്നെ കാണാൻ കഴിഞ്ഞു. ഏതായാലും ഈ നാടിനെ ഞെട്ടിച്ച അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ശാസ്താംകോട്ടയിലെ ഈ മൈനാഗപ്പള്ളിയിൽ നടന്നിരിക്കുന്നത്. സ്ഥലത്തെ മെമ്പറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ സ്ഥലത്തെ ശരിക്കും ആകമാനം ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അല്ലേ? ഏറ്റവും ഞെട്ടിക്കുന്നത് ഈ ചരിത്രത്തിൽ ഇതുപോലൊരു മരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ ഏതാണ്ട് 25 വർഷമായി ജനപ്രതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു ബോഡി കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു പറഞ്ഞാണ് ഞാൻ ഓടി വരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, എന്തോ ഒരു കൂട്ടം അവിടെ കിടക്കുന്നു. കുറച്ച് അസ്ഥിയും ഒരു കൈലിയും ഒരു തോർത്തും ഒക്കെ മാത്രം കിടക്കുന്നു. മാംസം എന്ന് പറയുന്ന സാധനമില്ല. എല്ലുകൾ തെരുവുനായ്ക്കൾ കടിച്ച് ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലാക്കി ഇട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇതുപോലൊരു മരണം നമ്മുടെ പൊതുപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. ആരും അന്വേഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രങ്ങളോ ആരുമായി ബന്ധപ്പെടാനോ ഒന്നും കഴിയാത്ത രീതിയിൽ എവിടെയോ തുരുത്തിൽ അകപ്പെട്ട രീതിയിലാണ് ഈ 4 വശവും വീടുകളുടെ പ്രദേശം. ചികിത്സയ്ക്കൊക്കെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ പോയാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അവിടെ കിടക്കാറുണ്ട്. അങ്ങനെ ആളുകൾ ധരിച്ചത് ഈ ആൾ അവിടെ പോയിരിക്കുകയായിരിക്കും എന്ന് ധരിച്ചാണ്. ഇല്ല, ആരും അറിഞ്ഞില്ല. ഇങ്ങനെ കിടക്കുന്നൊരു ആളുണ്ടെന്നുള്ള ഒരു ആർക്കും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഒരു എത്ര നാൾ പഴക്കം ഉണ്ടെന്ന് പോലും ഇനി അറിയണമെങ്കിൽ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പഴക്കം പോലും നിശ്ചയിക്കാനൊക്കെ. അത്രത്തോളം പഴക്കമാണ്. ക്ഷയരോഗബാധിതനായിരുന്ന രാധാകൃഷ്ണ പിള്ളയെ ഈ ഭാഗത്തേക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. കാരണം ദിവസങ്ങളോളമായി ഇവിടെ ഈ മുറിയിൽ ഇത്തരത്തിൽ രോഗബാധിതനായി കിടക്കുന്നുണ്ടായിരുന്നു. മാസങ്ങളോളമായി ആരും തന്നെ നാട്ടുകാർ കണ്ടിട്ടില്ലായിരുന്നു. ഈ ഭാഗമൊക്കെ ശരിക്കും ഒരാൾ പൊക്കത്തിൽ കാട് കയറിയ നിലയിലായിരുന്നു. പക്ഷേ ഇവിടോട്ടേക്ക് ആരും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗവിവരമോ ഒന്നും തന്നെ തിരക്കിയിരുന്നില്ല. ഓണത്തിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിനെ റോഡിൽ വെച്ചൊന്നും ആരും കണ്ടതായി പോലും പറയുന്നില്ല. സമീപത്തെ ഗ്രന്ഥശാലയിലൊക്കെ തന്നെ ഇദ്ദേഹം മുമ്പൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായി ആരും കണ്ടതായി പറയുന്നില്ല. ഒരുപക്ഷെ മൃതദേഹത്തിന് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പഴക്കമുണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ മൃതദേഹത്തിന്റെ കഷ്ണങ്ങൾ, അസ്ഥികൂടങ്ങളടക്കമുള്ള കഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. കാരണം മരണശേഷമാണോ ഇദ്ദേഹത്തിന് തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയത്, അതോ തെരുവ് നായ്ക്കൾ കടിച്ചു കീറി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.